എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ അച്ഛാ. അപ്പൊ ഞാൻ അടുത്ത ഞായറാഴ്ച വന്നോളാം പൈസക്ക്. അപ്പൊ വിളിച്ചിട്ട് വരണം അച്ഛാ. അതിനാ മുങ്ങാനാണ്. എടീ നല്ല മഴ പെയ്തോണ്ടിരിക്കുക, നിർത്തട്ടെ. എന്നാ പെരുമഴ വന്നാലും നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന തല കളയോള്. എടീ നല്ല മഴയാ, ഇനിയും വെള്ളം ഒഴിക്കണോ? ഏതായാലും അച്ഛൻ പറഞ്ഞ അനുസരിച്ച് 5000 രൂപ ഒന്നാം സമ്മാനം. അതെ, അതൊരു ചെറിയ തുകയാണെന്ന് എനിക്കറിയാം. അതിനു വേണ്ടി നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ ആ 5000 നമ്മുടെ വീട്ടിൽ വരും. ഏതാ 5000 രൂപ നമ്മുടെ വീട്ടിൽ വരും. അത് നമ്മുടെ വീട്ടിൽ വരണമെങ്കിൽ വേറെ കാര്യം, ഇവളും ഇവനും മത്തായും ഒന്നിച്ച് എന്റെ കൂടെ നിക്കണം. അതെ, പറ്റുമോ? പറ്റും. ആ ഒറ്റ കെട്ടിന്ന് എന്നെ അങ്ങോട്ട് അഴിച്ചു വിട്ടേ. അതെന്നാ? ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എടാ നിന്റെ അഭിപ്രായം എന്നാടാ? നീ എന്നോട് നിൽക്കുവോ? പക്ഷെ ഒന്നാമത് എന്നെ അവിടെ നാണം കെടുത്തരുത്. ഞാൻ വേണമെങ്കിൽ ഒരു പണി ചെയ്യാം. എവിടുന്നേലും ബ്ലേഡിനെ എടുത്തിട്ടാണെങ്കിലും ഒരു 5000 രൂപ ഞാൻ നിങ്ങൾക്ക് തരാം. ഒത്തിരി നിന്ന് ഒഴിവാകാൻ പറ്റും. എടാ എന്നെ വർത്താനാണ് നീ പറയുന്നത്? എടാ ഈ പരിപാടി ലോകം മുഴുവൻ കാണുന്ന ആളാ. ഈ ലോകം മുഴുവൻ കാണുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തെ ഓർത്തൊന്ന് ഒഴിവാകാൻ പറയുന്നത്. നീ സഹകരിച്ചാൽ നിനക്ക് കൊള്ളാം. നാളെ പറയാം നിന്റെ അപ്പനും അമ്മയാണെന്ന്. മത്തായിച്ച, എന്തോ നിങ്ങൾ നല്ലൊരു കലാകാരനല്ലേ? നല്ല കലാകാരനാ പറ്റി പറഞ്ഞു. എന്നാ നല്ലൊരു ഐറ്റം എന്നെ പഠിപ്പിച്ചതാ. എനിക്ക് ഫസ്റ്റ് കിട്ടിയാല് ഞാൻ അതിനകത്തുനിന്ന് 1000 രൂപ തനിക്ക് തരും. എനിക്ക് തരുമോ? എന്റെ ദൈവം, എന്നാ അമ്മച്ചിക്ക് തന്നെ പ്രൈസ്. ഓക്കെ, ഉണ്ട കിട്ടും, ഉണ്ട. എനിക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഞാൻ പറയും. ഓക്കെ ഓക്കെ. എനിക്കൊരു പാട്ട് പഠിക്കണം. 1000 രൂപ. എടാ നീ എപ്പോഴും എന്റെ കൂടെ ഉള്ളവനല്ലേ, പിന്നെ നിനക്ക് എന്തിനാടാ 1000 രൂപ? ചായ പൈസയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. എനിക്ക് 1000 രൂപ തരണം, മനസ്സിലായോ? 30 കാശിന് യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസിനെ കഴിഞ്ഞു അപ്പുറമാടാ നീ. നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, വിശ്വസിക്കാൻ. നിങ്ങളെ ഇപ്പം വീട്ടിൽ നിന്ന് ആരും വിളിക്കത്തൊന്നുമില്ലല്ലോ അല്ലേ? ആരെങ്കിലും വിളിച്ചാൽ പറയണം അപ്പച്ചൻ്റെ കൂടെ അപ്പച്ചനെ ഡാൻസ് പഠിപ്പിക്കുമെന്ന് വേണം. കാരണം നമ്മുടെ പള്ളിയിലെ പരിപാടിക്ക് ഇപ്പം എൻ്റെ ഭാര്യയുണ്ട്, കുറേ ശത്രുക്കളുണ്ട്. ഇവരെല്ലാം നമുക്ക് തോപ്പിക്കണം. നിങ്ങൾക്ക് 2 പേർക്കും 2 ചോക്കോബാർ ഞാൻ മേടിച്ചു തരും. 2 ചോക്കോബാർ. ചോക്കോബാർ അല്ല വേണ്ടത്, എനിക്ക് മിൽക്കി ബാർ മതി. അതിനുള്ള സാമ്പത്തിക ശേഷി എനിക്കുള്ളു. നോക്കാം ഞാൻ. ബാ, അപ്പച്ചനെ ഡാൻസ് പഠിപ്പിക്കാൻ പോവാന്ന് വീട്ടിൽ അമ്മയോടൊക്കെ പറഞ്ഞില്ലേ? ആ ഊളന്റെ വീട്ടില്. മോനെ ഊളന്നല്ല, ഊളംകുന്നേൽ ആറാച്ചായൻ. അമ്മയോട് പ്രത്യേകം പറയണം കേട്ടോ. ഊളംകുന്നേൽ പറഞ്ഞേ, ഊളംകുന്നേൽ അങ്ങനെ പറയണം കേട്ടോ. ഈ പിള്ളേരെ വിളിച്ചോണ്ട് എങ്ങോട്ടാ? ആരുടെ ഈ പിള്ളേര്? എടീ, ഇത് നമ്മുടെ പനത്തറയിലെ പാട്ടുകാരൻ ജോൺസന്റെ മക്കളാ. 2 തവണ കലാതിലകം, 3 തവണ കലാതിലകം. ഇന്ത്യ പൊട്ടലെന്തി നിന്നെ പഠിപ്പിക്കാൻ വന്ന് ഓന്ത്. എടീ, എനിക്ക് ഇപ്രാവശ്യം സമ്മാനം കിട്ടും. നീ പൊട്ടലൂടെ അവിടെ ചുമ്മാ ഇരുന്ന് പഠിക്കത്തേ ഉള്ളു. പിള്ളേരെനിക്ക് സമ്മാനം മേടിച്ചു തരും. നിന്റെയൊക്കെ പേരല്ലേടി മക്കളെ? സെറയും കൃപയും. അതേ, എനിക്ക് കാലും മേല, കയ്യും മേല, നടുവും മേല. നീ ആ പിള്ളേരോടെ കിടന്ന് തുള്ളാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ആ എന്തേലും വെച്ച് കാണിക്കും. അതിനാ പറയുന്നത്. നമുക്ക് ഇനി അങ്കത്തട്ടിൽ വെച്ച് കാണാം. എടാ അങ്കത്തട്ടിൽ. ബാ ടീച്ചേഴ്സേ. അടുത്തായിട്ട് സ്റ്റേജ് വന്ദനം. എല്ലാ വന്ദനത്തിലും ഞാനുണ്ട്. പക്ഷെ എനിക്ക് 1ാം സമ്മാനം മേടിച്ചു തരണം. മറ്റേ അമ്മച്ചോട് ഞാൻ പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾ 2 പേരെ പൊക്കി പറഞ്ഞേക്കുക. 1ാം സമ്മാനം കിട്ടിയില്ല ആ പള്ളി എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അറിയാലോ, ഫസ്റ്റ് എനിക്ക് കിട്ടണം. എന്നാ സ്റ്റേജ് വന്ദനം. മുട്ടാതിരിക്കാൻ മേലെ എനിക്ക് കേട്ടോ. ഞങ്ങൾ സ്റ്റെപ്പ് ഇടും, അത് എന്റെ അപ്പച്ചൻ ചെയ്യണം. എനിക്ക് ചെയ്യാവുന്ന സ്റ്റെപ്പ് മാത്രമേ പറയാവുള്ളൂ.
കണ്ടത്തിൽ കുറച്ച് മണിക്കാറുണ്ട്. എടാ മത്തായി, എന്തോ ഈ കാണുന്ന പാടം മുഴുവൻ ഊളംകുന്നിൽ കോരച്ചന്റെ ഇരുന്ന, അതായത് എന്റെ അപ്പന്റെ കയ്യിൽ. ആണോ? എന്റെ എടാ അന്ന് ഇവിടെ കൊയ്ത്തും മെതിയും എന്തു പെണ്ണുങ്ങളായിരുന്നു അറിയോ, എന്ത് രസമായിരുന്നു അറിയാമോ. ഇപ്പൊ അതെല്ലാം വെല്ലോന്റെയും കയ്യിലായി. അതെങ്ങനെ ആകാതിരിക്കും? അന്ന് ആ പെൺപിള്ളേരെല്ലാം കൂടെ ഒച്ച വെച്ചത് കൊണ്ടല്ലേ ഈ സ്ഥലവും പാടവും എല്ലാം കൂടെ വല്ലവന്റെയും കയ്യിലായത്. അപ്പൊ നീ ആ കുളിക്കടവിലെ രമണിയുടെ കാര്യം മറന്നിട്ടില്ലല്ലേ? അല്ല, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളേ. നീ ഒന്നും പണയണ്ട. അതിനാ നീ 1000 രൂപയ്ക്ക് വേണ്ടി അവിടെ കൂടെ കൂടി എന്നെ തള്ളി പറഞ്ഞവനാ. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പച്ചൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആ കഥാപ്രസംഗം അമ്മച്ചി പറയത്തില്ല. ആ കാര്യം ഞാൻ ഏറ്റു. എടാ എനിക്ക് കാണണോടാ, അവള് തോറ്റു തുന്നം പാടി തലേ തുണി ഇട്ടോണ്ട് വീട്ടിലോട്ട് വരുന്നത് എനിക്ക് കൺകുളിർക്ക കാണണം. ആ കാര്യം ഞാൻ ഏറ്റു. മതിയില്ലേ? ഇന്നു ഇതൊക്കെ മാറ്റണ്ടേ ചുമ്മാ? എന്നാ അവിടെ നിൽക്കുക, ഞാൻ ആദ്യം കയറാം, എന്നിട്ട് കയറ്റാം. പിടിയടാ, ഇങ്ങോട്ട് താന്നേ കൈ. ഒടിയുന്നല്ലടാ ഈ കാല്. എന്നാ അങ്ങോട്ട് നടക്ക്. ഓ എടാ നമ്മുടെ രാജന്റെ മാലല്ലേ ചാക്ക് കെട്ടുമായിട്ട് നിൽക്കുന്നത്. അവനിവിടെ കൃഷിപ്പണി വളവാരി അവറാജായോ മാൻ ഗൾഫിൽ വന്നിട്ട് എന്നാ കൊണ്ടു തൊഴിലിട്ടോ മാനകാനി. മിണ്ടായിരിക്കടാ. എന്റെ മകൻ പണി പോയി കഷ്ടപ്പെടുന്നതേ ഊളംകുന്ന കുടുംബത്തിന് വേണ്ടിയാ, അല്ലാതെ നിനക്ക് വേണ്ടിയല്ല. നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഏതാ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അല്ല നിങ്ങളുടെ ഈ 6 മക്കൾ ഈ 2 മാത്രം ഇത്ര തോൽവിയായി പോയെന്ന് ഓർത്ത് പറഞ്ഞതാണേ. അല്ല അവന്റെ ജോലി പോയെന്നോ എങ്ങാനും നിനക്ക് പിരിച്ചുവിട്ടെന്നൊക്കെ പറയുന്ന കേട്ടു. ഇതെന്താ വല്ലാത്തൊരു നോട്ടം? ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ പോട്ടെ, ഇതെങ്ങനെ നീ അറിഞ്ഞെങ്ങനെ? ഇതൊക്കെ നാട്ടിൽ പാട്ടല്ല. പാട്ട് മാത്രമല്ല, ഇപ്പൊ പാരടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നീ വീട്ടോട്ട് വാ, നിനക്കിട്ട് വെച്ചിട്ടുണ്ട്. അച്ഛായ, ഇനി കുർബാനയുടെ ഇടയ്ക്ക് അച്ഛനെങ്ങാനും പള്ളിയിൽ വിളിച്ചു പറഞ്ഞു. അനാവശ്യം പറയരുത്. ആ അച്ഛൻ പഞ്ഞത്തരം കാണിച്ചാലും ചെറ്റത്തരം കാണിക്കത്തില്ല. അങ്ങനെയല്ലേ? ആടാ ഇങ്ങോട്ട്. എന്നാ പോയേക്കാം. പിന്നെ മത്തായി, എന്തോ നമുക്കൊരു സംഭവം ചെയ്താലോ? എന്തോന്നാ? നമുക്ക് ഈ വിജയുടെ ഒരു പാർട്ടി ഈ കോട്ടയത്ത് ഉണ്ടാക്കിയാലോ? അച്ഛൻ ഉണ്ടാക്കിക്കോ, ഞാൻ കൂട്ടത്തിലുണ്ട്. നമ്മൾ രണ്ടുപേരും ഇപ്പോഴേ വരുവാണെങ്കിൽ 2 പേരും നേതാക്കന്മാരാ. അടിപൊളി. റോസമ്മോ, ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തേ. എടീ എളിമയുടെ പര്യായമേ. പെരുമയുടെ പര്യായം. കേക്കരുത്, നിന്റെ തലയടിച്ച് പൊട്ടി. ഇച്ചിരി മോരും വെള്ളവും കൂടെ. രണ്ടും നാട് തണ്ടലും കഴിഞ്ഞ് വന്നോ? നാട് തണ്ടാൻ പോയിട്ട് എന്ത് കിട്ടി? അറിഞ്ഞിട്ടിപ്പോ എന്നാ കാണിക്കാന്? ഈ പരക്കാത്തിരുന്ന് മടുത്ത് കഴിയുമ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങി നാട്ടുകാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നതാ. ആയ കാലത്ത് നാട് തണ്ട് നടന്നോണ്ടേ ഇപ്പൊ പെരക്കകത്ത് കയറി ഇരിക്കുന്നത്. ഉള്ളതെല്ലാം കണ്ട പെണ്ണുങ്ങൾക്ക് എല്ലാം കൊണ്ട് കൊടുത്തിട്ട് നാട് കാണാനായിട്ട് ഇറങ്ങിയേക്കുന്നു. എടാ കൊച്ചേ, എന്റെ മാവിലുടെയും കാര്യമൊക്കെ ഒരുപോലെ. കയ്യിലുള്ളതൊക്കെ നാട്ടുകാർക്ക് പതിച്ചു കൊടുത്തിട്ട് വർഷത്തിലൊരിക്കലേ അവരെ കാണാനുള്ള യോഗമുള്ളൂ. പ്രമാണിയായിരുന്ന അച്ഛൻ ഇപ്പൊ പ്രാണിയുടെ അവസ്ഥയായില്ലേ? കൂടെ ഒരു മണിയനീച്ച ഉള്ളതാ എന്റെ ഒരു ആശ്വാസം. ഞാനോ? ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വാ. പോയ വഴിക്കൊന്നും കിട്ടിയില്ല, ഒരുത്തിയും തന്നില്ലേ വെള്ളമൊന്നും. അച്ഛായ, പിള്ളേരെല്ലാരും ആരെ ഇവിടെ കാണുന്നില്ല? ഒരുത്തൻ പെണ്ണുമ്പിള്ള വീട്ടിൽ പോയി, ഒരുത്തൻ മക്കളെ ആയിട്ട് വാഗമണ്ണി മൂത്ത മകന്റെ വീട്ടിൽ പോയേക്കുക. അത് ഏതൊക്കെയാലും നന്നായി. അതിനാടാ ഏതൊക്കെയാലും നന്നായി. ഈ നരകത്തിൽ നിന്ന് അവര് രക്ഷപ്പെട്ടല്ലോ. ഇവിടെ എന്നാണ് സമാധാനക്കുറവ്? ഈ ഒരു സമാധാനക്കുറവേ ഉള്ളൂ. കുടിക്ക്. ഇതിലും ചെറിയ ക്ലാസ് ഇല്ലായിരുന്നോ റോസമ്മേ? മത്തായി, ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? താൻ മേളിലോട്ട് പൊക്കോ, ഞാൻ പുറകെ വന്നേക്കാം. ഞാൻ ഓക്കെ, ധൈര്യമായിട്ട് പോ. 2 പേരും ജാകാൻ പോവാ. കേൾക്കാൻ പോകുന്ന കാര്യമല്ല. ഞാൻ അമ്മച്ചിനെ കഥാപ്രസംഗം പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രാക്ടീസ് ഇന്ന് തുടങ്ങും. ഞാൻ പറഞ്ഞ കാര്യം എന്തോന്ന് കാര്യം? കലക്കുന്ന കാര്യം. ഒന്ന് പോ മനുഷ്യൻ.
മനുഷ്യന് 10 പൈസ കിട്ടുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു കലക്ക് ഇത് ഞാൻ ഞുള്ളി പറിക്കും കേട്ടോ. ഞാൻ മുകളിലോട്ട് പോയിട്ട് വരാം. ഇവൻ മണിയനീച്ചി അല്ല, ഇവൻ ഓന്ത മരയോന്ത് തക്കം പോലെ നിറം മാറുന്നവൻ.